ഹായ്, നമ്മളെ എംപരിവാറിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇൻഷുറൻസ്, അതുപോലെ പൊല്യൂഷൻ, അതുപോലെ വണ്ടിയുടെ RC ഈ ഡീറ്റെയിൽസ്, അതുപോലെ ചലാൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ എംപരിവാറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിച്ച ചലാന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് ചേസ് നമ്പറോ എഞ്ചിൻ നമ്പറോ ഒക്കെ കൊടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ആപ്ലിക്കേഷൻ പോലും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമ്മളെ ആ ചലാൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പരിവാഹൻ ഓപ്പണായി വരും. ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ മേലെ അതിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്നാക്കി കൊടുക്കണം. ഓക്കെ, ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വലതുഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അതിലൊരു ഓൺലൈൻ സർവീസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ ഈ ചലാൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ചലാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പേ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. പേ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വെഹിക്കിൾ നമ്പറാണ് വേണ്ടത്. ഓക്കെ, വെഹിക്കിൾ നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വണ്ടിയുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോരാത്തതിന് ഒരു ക്യാപ്ച ഉണ്ട്. ക്യാപ്ച അതേപോലെ ക്യാപിറ്റൽ ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്ററാണ് സ്മോൾ ലെറ്റർ, അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ പേരിൽ വന്ന് കിടക്കുന്നത് 2023 ഫൈനാണ്. 500 രൂപയാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അത് അടച്ചിട്ട് ഇല്ല എന്ന് വെച്ചാൽ കോർട്ടിലേക്ക് പോകും. അത് 500 1000 അങ്ങനെ ആയിട്ട് മാറും. പിന്നെ അതേപോലെ മുന്നുള്ളത് ഡിസ്പോസ്ഡ് ഓൺലൈനാണ്.